ചെല്ലാനത്ത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത, അവിടെ മാലാഖപ്പടിയിൽ ഒരു വീപ്പ തീരത്തടിഞ്ഞു എന്നതായിരുന്നു. ആ വീപ്പ ഉയർത്തുകയാണ്, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഇത് കപ്പലിൽ നിന്ന് വന്നതാണോ എന്നൊക്കെയുള്ളൊരു സംശയം നിലവിലുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിലൊരു വീപ്പ അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ജാഗ്രതാ നിർദ്ദേശം, പോലീസ് അവിടെ സ്ഥലത്തെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി. അതിനടുത്തേക്ക് ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ പോകാൻ പാടില്ല എന്നതുൾപ്പെടെ. ഒരു പക്ഷേ അത് കപ്പലിൽ നിന്ന് വന്നതാകാൻ സാധ്യതയുണ്ട്. വാൻഹായ് കപ്പലിൽ നിന്ന് വരുന്നതാകാം. സൂര്യശ്രീ വിശദാംശങ്ങളുമായി. സൂര്യശ്രീ, ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് ഈ കപ്പൽ വീപ്പ ഉയർത്താൻ ശ്രമിക്കുന്നത് ആരാണ്? നേരത്തെ നമ്മളോട് പോലീസുകാർ പറഞ്ഞിരുന്നല്ലോ അതിന്റെ അധികൃതരൊക്കെ സ്ഥലത്തേക്ക് എത്തും, ഇത് ചെയ്യാൻ പറ്റിയ ആളുകൾ എന്നത്. അനുജ, ഒരു തരത്തിൽ പറഞ്ഞാൽ പകുതി ആശങ്ക ഒഴിഞ്ഞു തന്നെ വേണം. വാൻഹായ് കപ്പലിലേതെന്ന് കരുതുന്ന ഒരു വീപ്പയായിരുന്നു ഇന്ന് രാവിലെ ചെല്ലാനം മാലാഖപ്പടിയിൽ അടിഞ്ഞിരുന്നത്. ഈ വീപ്പ കപ്പലിലേതെന്ന സംശയത്തെ തുടർന്ന് ഇത്തരത്തിൽ ശരി, ആ വീപ്പ ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. വാൻഹായ് കപ്പലിൽ നിന്ന് തീരത്തടിഞ്ഞതാണ് ഈ വീപ്പ എന്നതാണ്. ഇത് എറണാകുളം ചെല്ലാനം മാലാഖപ്പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒരു വീപ്പ തീരത്തേക്ക് അടിഞ്ഞു. ഇന്ന് രാവിലെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. തുടർന്ന് അല്പസമയത്തിനകം തന്നെ പോലീസ് ആ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ജനങ്ങൾ അതിനടുത്തേക്ക് അടുക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശം അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. വീപ്പ ഉയർത്താനുള്ള ശ്രമം നടക്കുന്നു. സൂര്യശ്രീ, തുടരൂ. അനുജ, പകുതി ആശങ്ക ഒഴിഞ്ഞു തന്നെ എന്ന് വേണം പറയാനായിട്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ചെല്ലാനം മാലാഖപ്പടിയിൽ വാൻഹായ് ബേപ്പൂർ തീരത്ത് അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിലേതെന്ന് സംശയിക്കുന്ന ഒരു വീപ്പ ഇത്തരത്തിൽ ചെല്ലാനം തീരത്ത് അടിഞ്ഞത്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ആളുകൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു ഈ വീപ്പ അടിഞ്ഞ സാഹചര്യത്തിൽ. ഈ സാഹചര്യത്തിൽ പോലീസിനെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ നാട്ടുകാർ തന്നെ വിവരം അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി വീപ്പ പരിശോധിച്ചു. അതിനുശേഷം നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ഈ വീപ്പ ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീപ്പയ്ക്കുള്ളിൽ തന്നെ ഇപ്പൊ നിലവിൽ അത്രയധികം ഭാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് കപ്പലിലേതെന്നുള്ള സംശയത്തിനുള്ളതൊക്കെ പകുതി ആശങ്ക കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു കാലി വീപ്പയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീപ്പ ഉയർത്തിയതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. കോസ്റ്റ് ഗാർഡിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് ഉടൻ തന്നെ എത്തുകയാണ്. ചേട്ടാ, എന്താണ് ഇപ്പോൾ വീപ്പയിൽ നിന്ന് എന്തെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികം മനസ്സിലാകുന്നതിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നുമില്ലെന്നുള്ള, പക്ഷേ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്നതിനെ സംബന്ധിച്ചൊരു ആശങ്ക ജനങ്ങളുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു വീപ്പോളോ ഒന്നും ഇവിടെ ഒന്നും വന്നിട്ടില്ല. സാധാരണ ഒരു കടൽക്ഷോഭം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ ജഗ്ഗുകളോ തുണികളോ ഒക്കെ ഒന്നാണ് അല്ലെങ്കിൽ കയറ്റുപോയൊക്കെ അടിയണത്. ഇങ്ങനെ ഒരു ജഗ് തന്നെ വന്ന് അടിയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു വീപ്പ തന്നെ അടിയുന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു ആശങ്കയുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ജനങ്ങൾ രാവിലെ കണ്ടപ്പോൾ പോലീസിനെയും ഡിപ്പാർട്ട്മെന്റ് റീജിയൻ അടിസ്ഥാനത്തിലെല്ലാം വന്നിട്ടുണ്ടെങ്കിലും കളക്ടറേറ്റിൽ നിന്നും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വരെ വന്നിട്ടേ നമുക്കിതിനകത്ത് ശ്രദ്ധ വരികയാണ് പറ്റില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് അനുജ, ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു ആശങ്ക വലിയ രീതിയിൽ പരിഹരിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും തന്നെ സംഭവ സ്ഥലത്തെത്തിയത്. അതിനുശേഷം പ്രാഥമിക പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനയിൽ ഈ വീപ്പയിൽ ഒന്നും തന്നെ ഇല്ല, ഇത് ഈ വീപ്പ കാലിയാണെന്ന് കണ്ടെത്തി. അതിനുശേഷം ഇതിപ്പോൾ വടം ഉപയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ രാസവസ്തുക്കൾ കലർന്നതാവുന്നതിനുള്ള സംശയത്തിൽ കൂടുതൽ പരിശോധന കപ്പലിൽ നിന്ന് വന്നതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിൽ അത് കാലിയാണെന്ന് പറയുന്നു. പക്ഷേ കുറച്ചുകൂടി അതിൽ ജനങ്ങളുടെ ആശങ്ക മാറ്റണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പോലീസും ഒപ്പം മറ്റു ചില അധികൃതർ കൂടി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് അധികൃതർ ഉൾപ്പെടെയുള്ളവരുണ്ട്. മാലാഖപ്പടിയിൽ ചെല്ലാനത്താണ് ഈ സംഭവം ഉണ്ടായത്. ഒരു വീപ്പ ആണ് കരയ്ക്കടിഞ്ഞത്.